ജൂഡ് ആൻ്റണിയും വിനീതുമായിട്ട് ഒരു 5-6 വർഷത്തെ പരിചയമുണ്ട്. നല്ല സുഹൃത്തുമാണ്, ഫാമിലി സുഹൃത്താണ്. അതിൽ വേറൊരു കണക്ഷൻ ഉണ്ട് സുരേട്ടാ. ഞാൻ ജൂഡിനെ പരിചയപ്പെടുന്നതും സുരാജേട്ടൻ ജൂഡിനെ കാണുന്നതും നമ്മളെല്ലാവരും ഒന്നിക്കുന്നത് മലർവാടിയിലാണ്. യെസ്, മലർവാടിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു ജൂഡ്. സുരാജേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് മലർവാടിയിലാണ്. അതെ, ഞാനും ആദ്യമായിട്ട്, അതെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടത്തിലായിരുന്നു. പിന്നെ നമ്മൾ അഭിനയിച്ചിട്ടില്ല. ഇല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസനുമായിട്ട് എനിക്ക് അഭിനയിക്കണം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എബിയുടെ ഷൂട്ടിംഗ്. ആ ലൊക്കേഷനിൽ നിന്നാണ് ഇദ്ദേഹത്തിനെയും കൂട്ടി ഞാനും ഇവിടെ വന്നത്. ഇനി ജൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ജൂഡ് പിന്നെ കാര്യങ്ങൾക്ക് എല്ലാം പ്രതികരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് സുഹൃത്തെന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? സുരേട്ട, ചില പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവനെ വിളിച്ചു പറയാം, അതൊന്നെടുത്ത് മാറ്റെന്ന് പറയും. വെറുതെ ആൾക്കാരെ കൊണ്ട് എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാര് ഒരു എന്താ പറയാ, നമ്മുടെ കൂട്ടുകാരെ ആൾക്കാർ തെറി പറയുന്നത് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവൻ തെറി എരന്ന് വാങ്ങാൻ വേണ്ടിട്ട് അല്ല, അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തോന്നുന്നത്, അവന് ശരിയെന്ന് തോന്നുന്നതും അവൻ തോന്നുന്നതും അവനത് പറയുകയും ചെയ്യും, അവനത് എഴുതുകയും ചെയ്യും. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അതിനുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത അതില്ല. പറയാൻ തോന്നുന്ന അപ്പൊ പറയും. അപ്പോൾ പിന്നീട് എന്തെങ്കിലും സോറി പറയുമോ? അല്ല, പിന്നെ അവന് തെറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ അവനത് തിരുത്തുകയും ചെയ്യും. പക്ഷെ അവൻ സോഷ്യൽ മീഡിയയിൽ അവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അവന് പറയാണ്ടിരിക്കുക. അതെ, അപ്രിയ സത്യങ്ങൾ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആദ്യത്തെ 1-2 തവണ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചില പോസ്റ്റ് അവൻ ഇട്ടപ്പോൾ, നീ ഇമ്മീഡിയറ്റ് അത് മാറ്റണം, ദയവ് ചെയ്ത് നിന്നെ മാത്രമല്ല അത് ബാധിക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട്, അങ്ങനെ ഇങ്ങനെ അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്നൊക്കെ ഞാൻ വിളിച്ച് പറയും. അപ്പോൾ ചില സമയത്ത് നിവിൻ എന്നെ വിളിക്കും, അവൻ എന്നെ ഫോൺ എടുക്കുന്നില്ല, അവനോട് മാറ്റം പറയുന്നുണ്ട്, ഒന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ വിളിക്കും. ലാസ്റ്റ് 1-2 തവണ ആയപ്പോഴേക്ക് ഇവൻ അപ്ഡേറ്റ് ഇട്ട് ഞാൻ വിളിച്ച ഇവൻ ഫോൺ എടുക്കൂല. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വിളിക്കും. എനിക്ക് മനസ്സിലായി ഇന്നലെ എന്തിനാ വിളിച്ചെന്ന്, എനിക്ക് മാറ്റാൻ മനസ്സില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ പിന്നെ ശത്രുക്കളെയൊക്കെ സമ്പാദിച്ചെങ്കിലും അവന്റെ സിനിമ കണ്ടപ്പോ ആൾക്കാരെല്ലാം അവന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അതിന്റെ ട്രെയിലർ വന്നപ്പോഴും ഇപ്പം ഞങ്ങളെല്ലാവരും അവൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പേടിയായിരുന്നു, അവൻ്റെ പടത്തിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ ഒരു സംഭവമേ ഇല്ല. കാരണം അവന് തോന്നിയതുപോലെ സംസാരിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവൻ പറയുന്നതിൽ സത്യമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഇമോഷൻ അവനപ്പോൾ തോന്നുന്നത് അവനത് മറ്റുള്ളവർക്കും മനസ്സിലായി. അതായത് ജൂഡിന്റെ നേച്ചർ നമുക്കറിയാം, അത് ആളുകൾക്കും മനസ്സിലായി എന്നുള്ളത് അതിന്റെ തെളിവാണ് ഈ മുത്തശ്ശി കഥ എന്ന സിനിമ ഇറങ്ങിയിട്ട് ശത്രുക്കൾ പോലും അടിപൊളിയാടോ എന്ന് എഴുതി പിടിപ്പിക്കാനും കാരണം അത് തന്നെ. ഇതിന് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരു കമന്റ് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ജൂഡിന്റെ പോസ്റ്റിന്റെ താഴെയാണ്, താങ്കളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ താങ്കളുടെ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ജൂഡ് വരുമ്പോൾ തന്നെ ആ സൈഡിൽ കമന്റുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? അതായത് ജൂഡ് ഒരു പോസ്റ്റർ എന്തെങ്കിലും ഹലോ ഹായ് എന്നിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരും, എല്ലാരും റെഡി ആയിക്കോ, ദാ ജൂഡ് ആന്റണി വന്ന് എല്ലാരും ഓടിവായോ. ഞാൻ ഒരു കാര്യം കൂടെ സുരേട്ടനോട് ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ സുരേട്ടൻ കരിയർ തുടങ്ങുന്ന സമയത്ത് ഹ്യൂമറസ് ആയിട്ടുള്ള റോളുകൾ ആണ് കൂടുതലും അല്ല മിക്കവാറും ചെയ്തിട്ടുള്ള. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുവിലാണെങ്കിലും പേരറിയാത്തവരിലാണെങ്കിലും ഇപ്പൊ മുത്തശ്ശി കഥയിലാണെങ്കിലും സുരേട്ടൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഓരോന്നും വ്യത്യാസമുണ്ട്. കമ്മട്ടിപ്പാടത്തിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത റോളുകളിൽ സുരേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം സുരേട്ടൻ അത് കോൺഷ്യസ്ലി എടുത്ത തീരുമാനമാണോ വ്യത്യസ്തമായിട്ടുള്ള റോൾ? ശരിക്കും തീർച്ചയായിട്ടും കോമഡി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു, ഒരു നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്യണം. അങ്ങനെ പലരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രഞ്ജിത്ത് ഏട്ടനെയും സമീപിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, സുരാജ് ഇപ്പോൾ കൊമേഡിയനായിട്ടാണ് നിൽക്കുന്നത്, ഇതിങ്ങനെ പോട്ടെ, കാരണം സുരാജിന് 1% പോലും ബ്രേക്ക് വരുന്നില്ല, ഇത് മാക്സിമം പോട്ടെ, അതിനുശേഷം മാറാവുന്ന സമയം വരുമ്പോൾ നമുക്കത് ചെയ്യാം, അപ്പം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് പലരോടും, പക്ഷേ പിന്നെ ഇതിനെല്ലാത്തിനും ശ്രീനേട്ടൻ പറഞ്ഞതുപോലെ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, എല്ലാ കറക്റ്റ് സമയത്തിന്
എല്ലാം വന്നു ചേരും. അപ്പോൾ സിനിമ സംഭവിക്കുന്നതാണ് ഇതെല്ലാം, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. അല്ല ഞാൻ തിരഞ്ഞെടുത്തെടുത്ത് അങ്ങനെ പോയതല്ല. അല്ല, പക്ഷെ സുരേട്ടൻ അങ്ങനെ സെലക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സിനിമകൾ കാണുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്ത് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാനത് ചോദിച്ചത്. അത് ശരിക്കും എനിക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ശകലം കിട്ടിയാലും ഇതാ ഒരു കുഞ്ഞു സാധനമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങ് കയറും. അത് ഡയറക്ടർ പറഞ്ഞു തരും, പിന്നെ അതിൻ്റെ പുറകെ പോകും. നമ്മളിപ്പോൾ ഇത്രയും ഉള്ള എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേജ് ഷോ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയിലാണ് നമ്മളെല്ലാവരും, വിനീത് ഉൾപ്പെടെ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമാണ്. നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഇനിയും. അപ്പോൾ ഇനി അങ്ങ് പറഞ്ഞാൽ മതി. ഇത്രയും ആൾക്കാർ കേൾക്കുകയാണ് വിനീതിൻ്റെ അടുത്ത പടത്തിൽ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച്. വിനീത് തന്നെ സംസാരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത ഇപ്പോൾ ഉള്ള സിനിമ മുത്തശ്ശി കഥയാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം. ഇല്ല, തീർച്ചയായിട്ടും സുരേട്ടൻ, നമ്മൾ ഉറപ്പായിട്ടും എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറ്റിയാൽ നായകനായിട്ട് തന്നെ സുരേട്ടൻ. ഇനി എന്നെ വിളിക്കല്ലേ. ബൈ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സെഷൻ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മളൊരു ഇന്റർവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഫീൽ ചെയ്തു. ഞാനിപ്പോൾ കുറേ നാളായി ചാനലിൽ അങ്ങോട്ട് കയറി എന്തെങ്കിലും സംസാരിച്ചിട്ട്. ഇപ്പോൾ അത് നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് എനിക്കും തോന്നി. താങ്ക് യു വിനീത്. നിങ്ങളെല്ലാവരും മുത്തശ്ശി കഥ കാണുക. ഞങ്ങളുടെ ഫുൾ ടീം ഈ സിനിമ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത സിനിമയാണ്. ഇത് ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ആ ഓഡിയൻസ് തന്നെയാണ് തിയേറ്ററിൽ വന്ന് ഇത് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമാണ്. അപ്പോൾ നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട്, കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളവരും എൻഗേജ്മെന്റ് നടക്കാത്തവരും എല്ലാവരും വന്ന്, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞവരൊക്കെ എത്രയും പെട്ടെന്ന് ഇത് കണ്ടുകൊള്ളണം. കാരണം പോയി താമസിക്കേണ്ടത് വരന്റെ വീട്ടിലാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കുടുംബസമേതം കാണുക. ഇപ്പോൾ സുരേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണം നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ കാണുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നതല്ല. ജീവിതം സുഗമമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മുത്തശ്ശി കഥ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷകരമായിട്ടായിരിക്കും ജീവിതം പോകുന്നത്, അതിലേറെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിന് ഒറ്റമൂലിയാണ് ഒരു മുത്തശ്ശി കഥ. താങ്ക് യു ജൂഡ് ആന്റണി. ബിഗ് സല്യൂട്ട്.